ലിംഗവിരുദ്ധത, മിസോജിനി, നമ്മളൊക്കെ പലപ്പോഴും കേൾക്കാറുള്ള, ചർച്ച ചെയ്യാറുള്ള ഒരു വാക്കാണിത്. എന്നാൽ ഈ ഒരു വാക്കിന്റെ ഏറ്റവും ക്രൂരവും വികൃതവുമായിട്ടുള്ള മുഖം ഇന്റർനെറ്റിന്റെ ഇരുണ്ട ഇടങ്ങളിൽ, അതായത് ഡിജിറ്റൽ ലോകത്തിന്റെ പലയിടങ്ങളിലും വളരെ ഭീകരമാണ്. ഈ 21ാം നൂറ്റാണ്ടിലും ലോകത്ത് എവിടെയെങ്കിലും സ്ത്രീ പൂർണ്ണമായും സുരക്ഷിതയാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ നമ്മളെ വീണ്ടും തലകുനിപ്പിക്കുകയാണ് യൂറോപ്പിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. ഫ്രാൻസിനെ നടുക്കിയ ജിസേൽ പെല്ലിക്കോട്ട് കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വർഷങ്ങളോളം സ്വന്തം ഭർത്താവ് തന്നെ ഡ്രഗ്സ് നൽകി അബോധാവസ്ഥയിലാക്കി അന്യപുരുഷന്മാർക്ക് പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്ത ഭീകരത. അതുപോലെ ജെഫ്രി എപ്സ്റ്റീൻ, ലോകത്തെ വമ്പൻ സ്രാവുകളെ ഉപയോഗിച്ച് ഇയാൾ നടത്തിയ പെൺവാണിഭ ശൃംഖലയുടെ ഞെട്ടിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസും ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. ഈ അടുത്ത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം 30 ലക്ഷത്തിലധികം പേജുകളും ആയിരക്കണക്കിന് വീഡിയോസും പുറത്തുവിട്ടുകൊണ്ട് ലോകത്തെ ഞെട്ടിച്ചതാണ്. ബിൽഗേറ്റ്സും US പ്രസിഡന്റുമാരും ഒക്കെ ഉൾപ്പെടുന്ന VVIPകളുടെ പേരുകൾ പുറത്തു വന്ന ആ ഒരു കേസ് വിരൽ ചൂണ്ടിയത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. അധികാരവും പണവുമുള്ള പുരുഷന്മാർ സ്ത്രീകളെ വെറും ഒരു ലൈംഗിക വസ്തുവായിട്ട് മാത്രം കാണുന്ന മനോഭാവം. ഇതിനൊക്കെ പിന്നാലെ ഇതാ വികസിത രാജ്യമായ ജർമ്മനിയിൽ നിന്നും ഇതിനേക്കാളും ഭീതിജനകമായൊരു ഡിജിറ്റൽ വേട്ടയാടലിന്റെ കഥ പുറത്തു വരികയാണ്. നമ്മുടെയൊക്കെ ഫോണിലുള്ള ടെലിഗ്രാം ആപ്പ് കേന്ദ്രീകരിച്ച് 10,000 പുരുഷന്മാർ അണിനിരന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ശൃംഖലയാണ് ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ജർമ്മനി ഒന്നടങ്കം നടക്കിയ ടെലിഗ്രാം ഡ്രഗ് റേപ്പ് നെറ്റ്വർക്കിന്റെ ചുരുളുകളാണ് ഇപ്പോൾ അഴിയുന്നത്. പെൺകുട്ടികളെ വെറും ഒരു കളിപ്പാവയായിട്ട് കണ്ട് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ഇവർ ഉപയോഗിച്ച തന്ത്രങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സ് മരവിക്കും. അവർ സ്ത്രീകളെ വിളിച്ചിരുന്നത് കാഴ്സ് എന്നായിരുന്നു. ഇവരെ മയക്കാൻ ഉപയോഗിക്കുന്ന മാരക ഡ്രഗ്സിന്റെ ഫ്യൂവൽ, ഇന്ധനമെന്നും ബോധരഹിതരാക്കിയ ശേഷം നടത്തുന്ന ക്രൂരമായ ബലാത്സംഗങ്ങളെ അവർ ഡ്രൈവിംഗ് എന്നുമാണ് കോഡ് ഭാഷയിൽ വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലും ബെർലിനിലുമൊക്കെ ആയിട്ട് പടർന്നു കിടന്ന ഈ രഹസ്യ ഗ്രൂപ്പിന്റെ പേര് ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂൾ ഫോർ എക്സ്പേർട്സ് എന്നാണ്. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും ഇതൊരു സാധാരണ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് ആണെന്നേ തോന്നും. എന്നാൽ ഉള്ളിൽ നടന്നിരുന്നത് കൊടും ക്രൂരതകളായിരുന്നു. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഭൂരിഭാഗവും ജർമ്മനിയിൽ താമസിക്കുന്ന ചൈനീസ് വംശജരായ പുരുഷന്മാരായിരുന്നു. ഇവർ ടാർഗറ്റ് ചെയ്തതാകട്ടെ അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും എത്തിയ ചൈനീസ് യുവതികളെ. ഈ സംഘത്തിലെ പ്രധാനികൾ ഇരകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയോ ഡേറ്റിംഗ് നടത്തുകയോ ചെയ്യും. എന്നിട്ട് വളരെ തന്ത്രപരമായിട്ട് ഇവരുടെ ഭക്ഷണത്തിലോ പാനീയങ്ങളിലോ മാരകമായിട്ടുള്ള അളവിൽ സെഡേറ്റീവ്സ്, അതായത് മയക്കുമരുന്നുകൾ കലർത്തും. പെൺകുട്ടികൾ പൂർണ്ണമായും അൺകോൺഷ്യസ്, അബോധാവസ്ഥയിലായാൽ അവരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അതിന്റെ ചിത്രങ്ങളും വീഡിയോസും ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്യും. കോടതി രേഖകൾ അനുസരിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഇരകളെ ഡെഡ് പിഗ്സ്, ചത്ത പന്നികൾ എന്നാണ് ഇവർ ചാറ്റുകളിൽ വിശേഷിപ്പിച്ചിരുന്നത്. പരസ്പരം ക്രൂരതകൾക്ക് റേറ്റിംഗ് നൽകാനും അടുത്ത ഇരയെ എങ്ങനെ വീഴ്ത്തണമെന്ന് ടിപ്പുകൾ കൊടുക്കാനും ഈ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചു. ഇതിലെ ചില പ്രധാന ഗ്രൂപ്പുകളിൽ 50,000-ഓളം മെമ്പേഴ്സ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. വർഷങ്ങളായിട്ട്, അതായത് 2020 മുതൽ ഈ ഒരു നരനായാട്ട് ജർമ്മനിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2024 ജർമ്മൻ പോലീസ് ഈ വലിയ നെറ്റ്വർക്കിനെ കുറിച്ച് അറിയുന്നത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനും വില്ലനുമായിട്ടുള്ള ഡപാങ്സി എന്ന 44-കാരനായ IT എഞ്ചിനീയർ തന്റെ തന്ത്രങ്ങൾ മാറ്റി പരിചയമില്ലാത്ത സ്ത്രീകളെ ഓൺലൈൻ വഴി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പോലീസിന് ഇതിന്റെ ക്ലൂ ലഭിച്ചത്. ചൈനീസ് ലോ എൻഫോഴ്സ്മെന്റുമായി സഹകരിച്ച് ജർമ്മൻ പോലീസ് ഇയാളെ പൊക്കി. ഇയാളുടെ ഫോണും ഹാർഡ് ഡിസ്കുകളും പരിശോധിച്ചപ്പോഴാണ് 2 ടെറാബൈറ്റിലധികം വരുന്ന ക്രൂരമായ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ കേസിലെ ഇന്നർ സർക്കിളിലെ പ്രധാനിയായ സിറ്റിംഗ് എസ് എന്ന 32-കാരനായ മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ ദിവസം ബെർലിൻ കോടതി 5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. തന്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ച് ഏതൊക്കെ മരുന്നുകൾ എത്ര അളവിൽ നൽകിയാൽ സ്ത്രീകൾ പെട്ടെന്ന് ബോധരഹിതരാകുമെന്ന് ഗ്രൂപ്പിൽ ഉപദേശം നൽകിയിരുന്നത് ഇയാളായിരുന്നു. ഈ കേസിലെ ഈ സംഘത്തിലെ മറ്റ് പ്രധാനികളായ ഡപാങ്സിക്ക് 14 വർഷവും ചോങ്ഗി ജി എന്ന വിദ്യാർത്ഥിക്ക് 11 വർഷവും തടവ് ശിക്ഷ കോടതി നേരത്തെ വിധിച്ചിരുന്നു. ഇവർ ഇരകൾക്ക് ജീവന് തന്നെ ഭീഷണിയാകുന്ന അളവിലാണ് ഡ്രഗ്സ് നൽകിയിരുന്നതെന്ന് കോടതി കണ്ടെത്തി. ഈ കേസിന്റെ ഏറ്റവും ദാരുണമായ വശം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീഡിപ്പിക്കപ്പെട്ട പല പെൺകുട്ടികളും തങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന വിവരം അറിയുന്നത് തന്നെ ജർമ്മൻ പോലീസ് ഇവരെ വിളിച്ച വീഡിയോസ് കാണിച്ചു കൊടുക്കുമ്പോഴാണ്. ഐവി എന്നൊരു ചൈനീസ് വിദ്യാർത്ഥിനിയുടെ അനുഭവം ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി കുറച്ചുകാലം ഡേറ്റ് ചെയ്തിരുന്ന ടോങ്സി എന്ന യുവാവ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായി. പകൽ സമയത്ത് ഭയങ്കര സ്നേഹമുള്ള, നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു മോഡൽ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഇയാൾ. എന്നാൽ രാത്രിയിൽ ഇയാൾ ടെലിഗ്രാമിൽ കുറിച്ചത് "ഞാൻ പകൽ ദൈവവും രാത്രിയിൽ പിശാചുമാണ്" എന്നായിരുന്നു. ഇയാൾ തന്റെ കാമുകിമാരും സുഹൃത്തുക്കളുമായ പെൺകുട്ടികൾ ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ ഇരിക്കുമ്പോഴും ഒക്കെ രഹസ്യ ക്യാമറാസ് ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അബോധാവസ്ഥയിലായ ഒരു ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പോലും ഇവർ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ആ പെൺകുട്ടികൾ കരയുന്നത് കാണുന്നത് തനിക്ക് കൂടുതൽ ലൈംഗിക ഉത്തേജനം നൽകിയിരുന്നു എന്നാണ് ഇയാൾ ചാറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്.
ഇത് ജർമ്മനിയിലെ മാത്രം പ്രശ്നമല്ല. ഡാർക്ക് വെബിന്റെയും എൻക്രിപ്റ്റഡ് ആപ്പുകളുടെയും മറവിൽ ലോകമെമ്പാടും ഇത്തരം ക്രൂരമായ കമ്മ്യൂണിറ്റീസ് വളരുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പോലീസ് ഏജൻസിയായ യൂറോപോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രൊജക്ട് മെഡൂസ എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ഓൺലൈൻ ഗ്രൂപ്പുകളെ വേട്ടയാടാൻ വലിയൊരു ഓപ്പറേഷൻ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ 57-ലധികം പേരെ ജർമ്മനിയിലും UK-യിലുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ടെലഗ്രാം ഫൗണ്ടർ പവൽ ദറോവിനെ ഫ്രാൻസിൽ വെച്ച് അറസ്റ്റ് ചെയ്തതും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലഗ്രാം ഒരു സുരക്ഷിത താവളമാകുന്നു എന്ന കാരണത്താലാണ്. ടെലഗ്രാം തങ്ങളുടെ പോളിസി കർശനമാക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം മാഫിയകൾ സജീവമാണ്. എപ്സ്റ്റീൻ കേസിൽ അധികാരവർഗമാണ് പ്രതിസ്ഥാനത്തെങ്കിൽ ജർമ്മനിയിലെ ടെലഗ്രാം കേസിൽ പ്രതികൾ സമൂഹത്തിൽ മാന്യരായിട്ട് ജീവിക്കുന്ന IT എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. അതായത് സ്ത്രീവിരുദ്ധതയും ലൈംഗിക വൈകൃതങ്ങളും പണക്കാരുടെ മാത്രം കുത്തകയല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന പകൽ മാന്യന്മാരും ഇതേ ക്രിമിനൽ ചിന്താഗതിക്കാരാണ് എന്ന് ഈ ഒരു കേസ് കാണിക്കുന്നു. ഡിജിറ്റൽ ലോകം എത്രത്തോളം അപകടകരമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു സംഭവം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നവരെയോ അല്ലെങ്കിൽ നമ്മളോട് അമിത സ്നേഹം കാണിക്കുന്നവരെയോ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിന് മുൻപ് 10 വട്ടമെങ്കിലും കുറഞ്ഞത് ചിന്തിക്കുക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ മാത്രം കൈകളിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.